ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ നിർണായകമായ നീക്കം. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട അവസാനിപ്പിക്കാനുള്ള അതിശക്തമായ നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിന്റെ ഒപ്പം നിന്നിരുന്ന ഇൻകുലാബ് മഞ്ച് എന്ന വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ യൂനിസ് സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വിരോധാഭാസമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി രൂപപ്പെട്ടിരിക്കുന്നത്. യൂനിസാണ് തന്റെ സഹോദരന്റെ വധത്തിന് പിന്നിലെ എന്ന അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ദീപു ചന്ദ്രദാസിന്റെ സഹോദരൻ രംഗത്ത് വന്നിരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി തന്റെ സഹോദരനെ ബോധപൂർവം യൂനിസ് ഭരണകൂടം കൊലപ്പെടുത്തുകയായിരുന്നു, വധിക്കുകയായിരുന്നു എന്നാണ് ദീപു ചന്ദ്രദാസിന്റെ സഹോദരൻ ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണത്തിന് പിന്നാലെയാണ് ഇൻകുലാബ് മഞ്ചിന്റെ പിന്മാറ്റം. ഇൻകുലാബ് മഞ്ചായിരുന്നു പ്രധാനമായും മുഹമ്മദ് യൂനിസിനൊപ്പം ചേർന്ന് ഉസ്മാൻ ഹാദിയുടെ വധത്തിന് പിന്നാലെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ബംഗ്ലാദേശിൽ തുടക്കമിട്ടത്. ഇൻകുലാബ് മഞ്ചിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു ഉസ്മാൻ ഹാദി. ആ ഉസ്മാൻ ഹാദിയുടെ വധത്തിന് പിന്നാലെ ബംഗ്ലാദേശിലെ തെരുവുകളിൽ വലിയ കലാപങ്ങൾ അരങ്ങേറിയതിന് പിന്നിലും ഇൻകുലാബ് മഞ്ച് എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് പങ്കുണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദ് യൂനിസിനെതിരെ ഇപ്പോൾ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ യൂനിസുമായി ചേർന്ന് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം ഇൻകുലാബ് മഞ്ച് സ്വീകരിച്ചിരിക്കുന്നു. യൂനിസ് ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇൻകുലാബ് മഞ്ച്. നിലവിൽ ധാക്കയ്ക്ക് സമീപമുള്ള ഒരു വലിയ പ്രദേശം തന്നെ ഇൻകുലാബ് മഞ്ച് കൈയടക്കിയിരിക്കുന്നു. ഇനി അടുത്തത് മുഹമ്മദ് യൂനിസിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന, മുഹമ്മദ് യൂനിസിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ പട്ടണം പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ഇൻകുലാബ് മഞ്ച് പ്രവർത്തകർ ഇപ്പോൾ ആവേശത്തോടു കൂടി ആക്രോശിക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി തന്നെയാണ് മുഹമ്മദ് യൂനിസിന് ഇപ്പോൾ ബംഗ്ലാദേശിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ യൂനിസ് ഭരണകൂടത്തിന്റെ അന്ത്യം ഉറപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. യൂനിസ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ അരങ്ങേറുകയാണ്. ബംഗ്ലാദേശിന്റെ ഭരണം തന്നെ മുഹമ്മദ് യൂനിസിന് നഷ്ടമാകുമെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ഇൻകുലാബ് മഞ്ചായിരുന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് വിട്ടോടേണ്ടി വന്നതും ഇന്ത്യ അഭയം കൊടുത്തതും. അതിനുശേഷം പലതവണ ഷെയ്ഖ് ഹസീനയെ തിരികെ ആവശ്യപ്പെട്ട് ഇന്ത്യക്ക് മുന്നിൽ വലിയ നിർദ്ദേശമാണ് ബംഗ്ലാദേശ് വെച്ചത്. എന്നാൽ ബംഗ്ലാദേശിന്റെ നിർദ്ദേശത്തെ തള്ളിക്കളയുകയാണ് ഇന്ത്യ ചെയ്തത്. ഇതിന് പിന്നാലെ ഇന്ത്യയെ കീറിമുറിക്കണമെന്നും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തണമെന്നുമുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളുമായി ഉസ്മാൻ ഹാദി അടക്കമുള്ള നേതാക്കന്മാർ രംഗത്തെത്തി. ഇന്ത്യയുടെ ചിക്കൻ നെക്കർ എന്നറിയപ്പെടുന്ന ആ ഭൂപ്രദേശത്തിന്റെ വടക്ക് കിഴക്കുള്ള 7 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ ബംഗാളിനൊപ്പം ചേർക്കണമെന്നും ഗ്രേറ്റർ ബംഗാൾ രൂപപ്പെടുത്തണമെന്നുമായിരുന്നു ഉസ്മാൻ ഹാദി അടക്കമുള്ള വിഘടനവാദ നേതാക്കന്മാർ ബംഗ്ലാദേശിൽ പ്രസംഗിച്ചത്. ഈ പ്രസംഗത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിലാണ് ഉസ്മാൻ ഹാദി വധിക്കപ്പെടുന്നത്. മോട്ടോർ സൈക്കിളിലെത്തിയ 3 അജ്ഞാതരാണ് ഉസ്മാൻ ഹാദിയെ മോസ്കിന് പുറത്തു വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ഉസ്മാൻ ഹാദിയെ എയർലിഫ്റ്റ് ചെയ്ത് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയപ്പോൾ മരണം സംഭവിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ വലിയ കലാപമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. കലാപം മാത്രമല്ല, കടുത്ത വംശീയ ഹത്യയ്ക്ക്, ഹിന്ദു വേട്ടയ്ക്ക് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാർ നേതൃത്വം നൽകിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദീപു ചന്ദ്രദാസ് എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുകയും തീ കത്തിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെ അമൃത് മണ്ഡൽ എന്ന പേരുള്ള, നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ഇൻകുലാബ് മഞ്ചായിരുന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് വിട്ടോടേണ്ടി വന്നതും ഇന്ത്യ അഭയം കൊടുത്തതും. അതിനുശേഷം പലതവണ ഷെയ്ഖ് ഹസീനയെ തിരികെ ആവശ്യപ്പെട്ട് ഇന്ത്യക്ക് മുന്നിൽ വലിയ നിർദ്ദേശമാണ് ബംഗ്ലാദേശ് വെച്ചത്. എന്നാൽ ബംഗ്ലാദേശിന്റെ നിർദ്ദേശത്തെ തള്ളിക്കളയുകയാണ് ഇന്ത്യ ചെയ്തത്. ഇതിന് പിന്നാലെ ഇന്ത്യയെ കീറിമുറിക്കണമെന്നും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തണമെന്നുമുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളുമായി ഉസ്മാൻ ഹാദി അടക്കമുള്ള നേതാക്കന്മാർ രംഗത്തെത്തി. ഗുരുതരമായി പരിക്കേറ്റ ഉസ്മാൻ ഹാദിയെ എയർലിഫ്റ്റ് ചെയ്ത് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയപ്പോൾ മരണം സംഭവിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ വലിയ കലാപമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. കലാപം മാത്രമല്ല, കടുത്ത വംശീയ ഹത്യയ്ക്ക്, ഹിന്ദു വേട്ടയ്ക്ക് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാർ നേതൃത്വം നൽകിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.
ദീപു ചന്ദ്രദാസ് എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുകയും തീ കത്തിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെ അമൃത് മണ്ഡൽ എന്ന പേരുള്ള ഗുരുതരമായി പരിക്കേറ്റ ഉസ്മാൻ ഹാദിയെ എയർലിഫ്റ്റ് ചെയ്ത് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയപ്പോൾ മരണം സംഭവിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ വലിയ കലാപമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. കലാപം മാത്രമല്ല, കടുത്ത വംശീയ ഹത്യയ്ക്ക്, ഹിന്ദു വേട്ടയ്ക്ക് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാർ നേതൃത്വം നൽകിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദീപു ചന്ദ്രദാസ് എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുകയും തീ കത്തിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെ അമൃത് മണ്ഡൽ എന്ന പേരുള്ള മറ്റൊരു ചെറുപ്പക്കാരനെതിരെയും ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടി അവർ ആവർത്തിച്ചു. അമൃത് മണ്ഡലിനെയും ജനക്കൂട്ടം ആക്രമിച്ച് വകവരുത്തുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെ വലിയ രോഷമാണ് ഇന്ത്യയിൽ നിന്നും ഉയർന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് സൈനികപരമായ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ ഇന്ത്യ ചില നിർണായകമായ നീക്കങ്ങൾ, ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ചില നിർണായകമായ നീക്കങ്ങൾ ഇന്ത്യ ആരംഭിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ കടുത്ത അമർഷമാണ് RSS തന്നെ രേഖപ്പെടുത്തിയത്. RSSന്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത് തന്നെ തന്റെ നീരസം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇന്ത്യ കടുത്ത നിലപാടിലേക്ക് പോയി. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സേനാ നേതാക്കന്മാരുമായി ചർച്ച നടത്തി. പിന്നാലെ ഉണ്ടായത് വലിയൊരു മാറ്റമാണ്. ആ മാറ്റം മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനകൾ ഉണർന്നെണീറ്റു. ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനകൾക്ക് ജീവൻ വച്ചു. അവർ ശക്തമായ പ്രതിരോധത്തിനുള്ള നീക്കം ആരംഭിച്ചു. ബംഗ്ലാദേശിനുള്ളിൽ ചില ആഭ്യന്തരമായ തമ്മിലടികൾ ഇതിനിടയിൽ ഉടലെടുത്തു. അതിൽ ഏറ്റവും വലുതാണ് ബംഗ്ലാദേശിലെ നിലവിലെ ഭരണാധികാരിയായ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് തന്നെയാണ് ദീപു ചന്ദ്രദാസിന്റെ മരണത്തിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദീപു ചന്ദ്രദാസിന്റെ സഹോദരൻ രംഗത്ത് വന്നത്. അത് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഉണ്ടാക്കിയത് ചെറിയ തിരിച്ചടിയല്ല, അത് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയത്. ദീപു ചന്ദ്രദാസിന്റെ കുടുംബം ഒന്നടങ്കം മുഹമ്മദ് യൂനിസിനെതിരെ രംഗത്ത് വന്നു. ഇതോടുകൂടി ഇൻകുലാബ് മഞ്ച് എന്ന വിദ്യാർത്ഥി സംഘടന മുഹമ്മദ് യൂനിസിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മുഹമ്മദ് യൂനിസിനെതിരെ വലിയ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ ആരംഭിച്ചിരിക്കുന്നത്. യൂനിസ് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിൽ ഉടലെടുക്കുന്നു. ബംഗ്ലാദേശിലെ ഈ പുതിയ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇന്ത്യയുടെ കരുനീക്കങ്ങളാണ് എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ ആരോപിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായി ബീഗം ഖാലിദാസിയുടെ മകൻ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നീണ്ട 17 വർഷങ്ങൾക്ക് പിന്നാലെയാണ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് എത്തിയത്. എന്തായാലും മുഹമ്മദ് യൂനിസിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭരണകൂടം നിലംപതിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഇന്ത്യ പിടിമുറുക്കിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു മുന്നേറ്റത്തിന്റെ ദിവസങ്ങളാണ് ഇനി കാണാൻ കഴിയുന്നത്.